രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29ആയി. മലയാളിയായ എൻ രാമചന്ദ്രനടക്കം 26 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി. കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരാക്രമണം നടന്ന ബൈസൺ താഴ്വരയിൽ സന്ദർശനം നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ജമ്മു കശ്മീർ. കൊല്ലപ്പെട്ട 26 പേരുടെ മൃതദേഹങ്ങൾ അനന്ത്നാഗ് MCHൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ ആദരം അർപ്പിച്ചു. മലയാളിയായ എൻ രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ ഡൽഹി വഴി നാട്ടിലേക്ക് അയച്ചു. ഭീകരാക്രമണം ഉണ്ടായ പ്രദേശത്ത് ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തി സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുമായി ആഭ്യന്തരമന്ത്രി സംസാരിച്ചു. NIA സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആക്രമണത്തിന്റെ ഭീതിയിൽ നിലവിൽ ജമ്മു കശ്മീരിലുള്ള വിനോദസഞ്ചാരികൾ നാടുകളിലേക്ക് മടങ്ങുകയാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. അതേസമയം ഭീകരാക്രമണത്തിനെതിരെ ശ്രീനഗറിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ റാലി നടന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി പ്രഖ്യാപിച്ച ബന്ദിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ജമ്മു കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്ന പ്രതീതി നിലനിൽക്കുന്നതിനിടെയാണ് മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കിരാതമായ ഭീകരാക്രമണം. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ മറുപടി നൽകണം എന്ന ആവശ്യം പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രദേശവാസികൾ തന്നെയാണ്. പഹൽഗാമിന് സമീപം സംഘത്തിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.